എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുക, ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക. എല്ലാവർക്കും എൻ്റെ മന്തി റെസിപ്പി ഇഷ്ടപ്പെട്ടോ? അതെല്ലാവർക്കും ടൈം കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം. അത്രയ്ക്കും നല്ലൊരു റെസിപ്പിയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം. എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അടുത്തുള്ളപ്പോഴത്തേക്ക് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബാർബിക്യൂ ആണ്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അനിയനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അത് റെഡ് മസാലയും ഗ്രീൻ മസാലയും വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വാ. ആദ്യം ഞാൻ ഗ്രീൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകൾ പറയാം. പുതിനയില അരക്കപ്പോളം എടുത്ത് വെച്ചിരിക്കുകയാണ്. പുതിനയില, അതുപോലെ മല്ലിയില അരക്കപ്പോളം എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത്രയാണ് നമുക്ക് ഗ്രീൻ മസാലയ്ക്ക് വേണ്ടി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അതുപോലെ നമുക്ക് റെഡ് മസാലയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത് നോക്കും, പെരുംജീരകം, ചെറിയ ജീരകം, അതുപോലെ ഏലക്കട. നമ്മുടെ മസാലക്കൂട്ടത്തിൽ കാണും ഏലക്കട, ഒരു വലിയൊരു പീസ്, അതൊരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ സാധാ ഏലക്ക ഒരു 8 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രാമ്പൂ, പട്ട, അതുപോലെ മറ്റ് ഫ്ലവറില്ലേ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ബാക്കി ഗരം മസാലയിലെ എല്ലാ മസാലകളും കൂടെ നമുക്കിടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമുക്ക് ആ നാരങ്ങയും കൂടെ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് വരാം. അങ്ങനെ അരച്ചിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ആ ചിക്കനിലേക്ക് ഞാൻ 4 പീസ് എടുത്തിട്ടാണ്, 4 ലെഗ് പീസ് എടുത്തിട്ടാണ് റെഡ് മസാലയിൽ ചെയ്യുന്നത്. നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ ഈ മസാലയുടെ ആ ഒരു ടേസ്റ്റ് പോലെ ഇരിക്കും നമ്മുടെ തന്തൂരി റെഡിയാകുന്നത്. തന്തൂരിയുടെ ആ ഒരു ടേസ്റ്റ് ഈ മസാലയുടെ അതിനകത്താണ് ഇരിക്കുന്നത്. മസാലയുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ്. തന്തൂരി ചിക്കൻ്റെ കുറച്ച് നമുക്ക് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിനകത്ത് ഇതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് മസാല. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂണോളം മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. ഇത് മിക്സ് ചെയ്ത് നമുക്ക് 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. എന്നാലേ ഈ മസാലകളെല്ലാം ചിക്കനിലോട്ട്. ചിക്കൻ ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ, ചിക്കൻ ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. നമ്മൾ ഫിഷ് വരയത്തില്ലേ, അതുപോലെ നമ്മൾ ചിക്കൻ വരഞ്ഞു കൊടുക്കണമായിരുന്നു. ഞാൻ വരഞ്ഞൊക്കെയായിരുന്നു വെച്ചിരുന്നത്. നിങ്ങളും അത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. വരഞ്ഞ് നന്നായിട്ട് വെക്കണം. എന്നാലേ മസാലകൾ ഉള്ളിലോട്ടൊക്കെ പിടിക്കത്തുള്ളൂ. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്നുപോയി. നല്ല 1 സ്പൂണോളം നമുക്ക് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിന് മിക്സിങ്ങിനായിട്ട് തൈരും കൂടെ, അത് ഞാൻ മറന്നുപോയതാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. തൈരും കൂടെ ഒഴിച്ച് കൊടുത്താലേ അതിനുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. മസാല എല്ലാം ഞാൻ ചിക്കനിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് നമുക്ക് 2 മണിക്കൂർ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഗ്രീൻ മസാല റെഡിയാക്കാം. മസാലയ്ക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഞാൻ ഇനിയിപ്പോൾ 3 ലെഗ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചേരുവകൾ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്ത്, 4 പച്ചമുളക്, അതുപോലെ പുതിനയില, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നാരങ്ങയും കൂടി ഇച്ചിരി പിഴിഞ്ഞിട്ട്
നമുക്കിതും മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ട് കാണാനേ. ഗ്രീൻ മസാലയും റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. മസാല എല്ലായിടത്തോട്ടും പിടിപ്പിച്ചു കൊടുക്കും. ഓരോന്നോരോന്നായിട്ട് ഞാനിത് നമ്മൾ ആ വരഞ്ഞ് വെച്ചിരിക്കുന്നില്ല, അതിനകത്ത് ഉള്ളിലോട്ടൊക്കെ പിടിപ്പിച്ചങ്ങ് ചേർക്കണം. പിന്നെ അത് നമ്മൾ ആ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യുന്ന ആ സമയം കൊണ്ട് എല്ലായിടത്തും അത് കയറി പിടിച്ചോളും. അപ്പം അങ്ങനെ എല്ലായിടത്തോട്ടും ഞാൻ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പം 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ബാർബിക്യൂ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ബാർബിക്യൂ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാർബിക്യൂ സ്റ്റാൻഡിനകത്താണെങ്കിൽ ചാർക്കോൾ ഇട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ കത്തി പിടിക്കാൻ കുറേ ടൈം പിടിക്കും. ചാർക്കോൾ നല്ല ഉണങ്ങിയതായതുകൊണ്ട് ഇത് പെട്ടെന്ന് കത്തി പിടിക്കുന്നുണ്ട്. എന്നാലും ഇതിനകത്ത് നല്ല കനൽ വന്നതിന് ശേഷമേ നമുക്ക് അതെടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും. 10-20 മിനിറ്റിനുള്ളിൽ ഇത് പിടിച്ച് കത്തിയില്ല, കനൽ നന്നായിട്ട് ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ കനലായതിനു ശേഷം നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം. ന്യൂ ഇയറുമായിട്ട് എന്താണ് പരിപാടി? ഒരു ഇരുളിന്റെ പരിപാടി കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ കനലെല്ലാം കത്തിയിട്ടുണ്ട് അല്ലേ, നല്ല ഉഷാറായിട്ടുണ്ട്. മസാലയെല്ലാം ഇതായത് അടിപൊളി. ഗ്രിൽഡ് കമ്പിയിലെല്ലാം നല്ല ചൂട് പിടിച്ചിട്ടും ഉണ്ട്. അതുപോലെ തണുപ്പ് ഭയങ്കര തണുപ്പാണ് കേട്ടോ, രക്ഷയില്ല. ഇനി ഇതിന്റെ ചൂട് തട്ടിയപ്പോൾ ഞാൻ സെറ്റിലൊക്കെ കൂടി മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാന് പുറമേക്ക് ഇത് വേണോ? നല്ല നല്ല വലിയ പീസസ് ആണ്. ഇനിയിപ്പോ ഇത് ഉരുകി ഇതായിട്ടൊക്കെ വരുന്ന സമയത്ത് അത് അതിന്റെ ചുരുങ്ങിയെല്ലാം അതിലോട്ട് പിടിക്കും. വെച്ചിട്ടുണ്ട്. ഞാൻ 2 ടൈപ്പാണല്ലോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ കളർ മസാലയുടേതും റെഡ് കളർ കൂടെ നമുക്ക് കഴിഞ്ഞ ഡിസംബറിന് കഴിച്ച സിനിമയുടെ ഇത് ഇനിയിപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോ അടിപൊളി. ഇത് ഫിനിഷനായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയിട്ട് ഇപ്പം 1-2 വർഷമാകുന്നില്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഗ്രില്ല് വിഷയം മാത്രമല്ല, ഞാൻ ഉപയോഗം ഇല്ലാതിരിക്കുകയായിരുന്നു. നമുക്ക് ഓരോരോ സൈഡ് ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണം. ഓരോന്നായി വരുന്നുണ്ട് ആ സൈഡ്. എന്നിട്ട് നമുക്ക് അതിന്റെ പുറത്തുകൂടി ഇങ്ങനെ എണ്ണ ഒഴിച്ച് അതുപോലെ കൊടുക്കണം. സവാള 2-3 ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതിന്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് അതും തന്തൂരായിക്കൊള്ളും. ടൊമാറ്റോ അതുപോലെയൊക്കെ. ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം അതുപോലെ നിങ്ങൾക്ക് തന്തൂർ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഡീപ്പായിട്ട് ഇതൊന്ന് വെന്തോളും. നമ്മുടെ ചിക്കൻ അങ്ങനെ ഓരോന്നോരോന്ന് ഇതാണ്ട് നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് മാറ്റാം. തന്തൂരായിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇതിന് കനല് നന്നായിട്ട് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനില്ലേ പെട്ടെന്നാണ് ഇത് കുക്കായി മാറുന്നത്. പിന്നെ ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു സംഭവമേ ഉള്ളൂ. പിന്നെ തീയിൽ ഇത് വെച്ച് കൊടുക്കുക, പിന്നെ തിരിച്ച് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല തന്തൂർ ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ എല്ലാ തന്തൂരിയും ഞാൻ അങ്ങനെ ഇത് ചെയ്ത് തന്തൂരായി കഴിഞ്ഞു. അപ്പം ഞാനത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി എത്ര നന്നായിട്ടാണ് ഈ തന്തൂരായിരിക്കുന്നത് ചിക്കൻ.
അപ്പൊ ഇത് ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയുമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കുബൂസോ അതുപോലെ ബ്രെഡോ എന്തുമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇത് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പൊ ഇതെല്ലാവരും ഞാൻ കാണിച്ചതുപോലെ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയുക. അപ്പോൾ ഓക്കെ, ബൈ.